പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എഡിജിപിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട മറ്റന്നാൾ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. മാഫിയ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക, കേസന്വേഷണം സിബിഐക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. വിവരങ്ങളുമായി സലീം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, അപ്രതീക്ഷിതമായി വീണുകിട്ടിയ ഒരു ആയുധം അത് കൃത്യമായി ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയല്ലേ പ്രതിപക്ഷത്തിന്? ക്രിസ്റ്റീന, തീർച്ചയായും പ്രതിപക്ഷം അത് നേരത്തെ തന്നെ സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങളിൽ സമരം ഘടിപ്പിക്കാനിരിക്കുകയായിരുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായാലും BJP ബന്ധത്തെ തുടർന്നുള്ള EP ജയരാജന്റെ പുറത്തുപോക്കായാലും അങ്ങനെ വിവിധ വിഷയങ്ങളിൽ സമരം ഘടിപ്പിക്കാനിരിക്കുന്നതിനിടെയാണ് PV അൻവറിന്റെ ഒരു മൂർച്ചയുള്ള ആയുധം PV അൻവർ തന്നെ പ്രതിപക്ഷത്തിന് കൊണ്ടുകൊടുത്തത്. ആ വിഷയത്തിൽ ഇപ്പോൾ PV അൻവർ പുറകിലേക്ക് പോകുമ്പോഴും ഈ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി വിവിധ സമര പരമ്പരകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് നടത്തുന്നത്. അത് ആ സമരം യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്ന സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. മറ്റന്നാൾ സെക്രട്ടേറിയറ്റിലേക്ക് 1000-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബഹുജന മാർച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അത് പ്രതിപക്ഷ നേതാവ് VD സതീശനായാലും KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവരും, ഒപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് KPCC അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നാളെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സെക്രട്ടേറിയറ്റ് പരിസരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമരകലുഷിതമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അതിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ADGP MR അജിത് കുമാറിനെ മാറ്റുകയോ അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ മാറ്റുകയോ എന്നതൊന്നുമല്ല പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരങ്ങൾ അത്രയും സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് സലീം മാലിക്കാണ്.